എല്ലാവർക്കും നമസ്കാരം. PT അസ്ട്രോളജിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജഗന്നാഥഹോര ട്യൂട്ടോറിയലിൻ്റെ 6ാമത്തെ വീഡിയോ ആണ് ഇത്. മുമ്പുള്ള വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ല എങ്കിൽ ഒരു പ്ലേലിസ്റ്റായിട്ട് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇന്ന് നമ്മൾ കുറച്ച് ടൂളുകൾ, ജഗന്നാഥഹോരയിലെ കുറച്ചുകൂടി ടൂളുകളെക്കുറിച്ച് നമ്മൾക്ക് പഠിക്കാം. അതിനായി ആദ്യമായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ് ജഗന്നാഥഹോര. ഇവിടെ മുകളിൽ ടൈറ്റിൽ ബാർ, അവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ട് ഉണ്ട്. അതിനുശേഷം ടൂൾ ബാറുകളും നമ്മൾ കുറേ കണ്ടു. ഏറ്റവും അടിയിലായിട്ട് വീണ്ടും കുറച്ച് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. അതിൽ ആദ്യത്തേത് ചക്രാസ് എന്നുള്ള ഒരു ഓപ്ഷനാണ്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലും സബായിട്ട് ഒരുപാട് ഓപ്ഷൻ വേറെയും കാണും. അതിലാദ്യം മെനി വർഗാസ്, ഒരുപാട് വർഗങ്ങൾ നമ്മൾക്ക് ഒരുമിച്ച് കാണാനുള്ള ഒരു ഓപ്ഷനാണ്. അതിലാദ്യം രാശി നവാംശം ആയിട്ടാണ് കാണുക. അവിടെ വേണമെങ്കിൽ നമുക്ക് മാറ്റാം. ഏത് സ്ഥാനത്താണോ മാറ്റേണ്ടത് അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ മൗസ് വെച്ച് വലതുവശം ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻ അവിടെ ഓപ്പൺ ചെയ്ത് വരും. അതിലേത് വർഗ്ഗ ചാർട്ട് വേണമെങ്കിലും നമ്മൾക്ക് അവിടെ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ആദ്യത്തെയും രണ്ടാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട രാശിയും നവാംശം തന്നെയാണ്. അതിനുശേഷം നമ്മൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇവിടെ സൗകര്യത്തിനനുസരിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണെന്ന് നിങ്ങൾ അടിയിൽ കാണും. അത് മാറ്റി നിങ്ങൾക്ക് സപ്താംശമാക്കണമെങ്കിൽ അവിടെ സപ്താംശം എന്ന് കൊടുത്താൽ സപ്താംശമായിട്ട് വന്നു. അതിനുശേഷം ഇപ്പോഴുള്ള ദശാംശം മാറിയിട്ട് സിദ്ധാംശമാക്കണമെങ്കിൽ നിങ്ങൾക്കവിടെ സിദ്ധാംശം നടിച്ചു കൊടുത്താൽ സിദ്ധാംശം വരും. അങ്ങനെ നമ്മളെ ചോയ്സിനനുസരിച്ചിട്ട് ഇവിടെയും നമ്മൾക്ക് എന്ത് ചെയ്യാം, വർഗ്ഗങ്ങൾ മാറ്റാവുന്നതാണ്. അതിനുശേഷം നമ്മൾ മുൻപേ ടൂൾ ബാറിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുത്ത പല കാര്യങ്ങളും തന്നെയാണ് ഇവിടെ വീണ്ടും സബായിട്ട് കൊടുത്തിട്ടുള്ളത്. മിക്സ്ഡ് ടു വർഗാസ്, കാലചക്ര, സർവതോഭദ്രചക്ര, കോട്ടചക്ര, ഇങ്ങനെയുള്ള ഈ സബ് ഓപ്ഷൻസൊക്കെ അടിയിലായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അത്രയാണ് ഈ 3ാമത്തെ വരിയിൽ വരുന്ന ചക്രാസ് എന്ന് പറയുന്ന ആദ്യത്തെ ഓപ്ഷനിൽ സബ് ഓപ്ഷനായിട്ട് ഉള്ളത്. പിന്നീടുള്ളത് ബേസിക്സ് ആണ്. ഇത് നമ്മൾ ഡീഫോൾട്ടായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന വിൻഡോ ആണ് ഇത്. ഇതിലത്തെ കാര്യങ്ങൾ നമ്മൾ മുൻപേ പരിചയപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം സ്ട്രെങ്ത്ത്, അതായത് ഗ്രഹങ്ങളുടെ ബലം അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളുകളാണ്. പല രീതിയിലും ഉപയോഗിക്കുന്നുണ്ട്. അതിൽ വലതുവശത്തായിട്ട് നിങ്ങൾക്ക് കാണാം, ഗ്രാഫിക്കൽ രീതിയിലാണ് കൊടുത്തിട്ടുണ്ടാവുക. വിംശോപക ബലമുണ്ട്, ഷഡ്ബലം, അത് വളരെ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ ഓരോ ഇഷ്ടഫലം, പഞ്ചവർഗീയ ഫലം, വൈശേഷികാംശ, അഷ്ടകവർഗ ബലം, ദ്വാദശവർഗീയ ബലം, ഇങ്ങനെ ഓരോന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ അവിടെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ അഷ്ടകവർഗത്തിൻ്റെ നിങ്ങൾക്ക് വേറെ വീണ്ടും ഇവിടെ കിട്ടും. അതർ സ്ട്രെങ്ത്ത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും കാണാം. അതായത് ഓരോരോ ഗ്രഹങ്ങളുടെയും അതിൻ്റെ അളവുകളിലായിട്ട് ഇൻ രൂപാസ്, ഇപ്പോൾ സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ എന്നൊക്കെ ഇവിടെ കാണാം നമ്മൾക്ക്. അപ്പോൾ ഷഡ്ബലം അവിടെ കൊടുത്തിട്ടുണ്ട്. അത് എത്ര പെർസെൻറ്റേജ് ആണ് എന്നുള്ള രീതിയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോരോ മാനത്തിൽ, ഡിഫറെൻ്റ് മാനത്തിലായിട്ടുള്ള അളവുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വിംശോപക ബലവും അടിയിൽ അതിൻ്റെ ദശവർഗം, ഷോഡശവർഗം, സപ്തവർഗത്തിൽ, അങ്ങനെ ഓരോരോ വർഗ്ഗങ്ങളുടെ എണ്ണത്തിന് എത്രയൊക്കെയാണ് വരുന്നത് എന്നതിനനുസരിച്ചിട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഓരോ വർഗ്ഗങ്ങളിലെ യോഗങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വർഗ്ഗങ്ങൾ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഗ്ഗം എടുത്തിട്ട് ആ യോഗമുള്ളത് രാശിയിലാണോ നവാംശത്തിലാണോ അല്ലെങ്കിൽ എവിടെയാണ് ഉള്ള യോഗങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അവിടെ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിലുള്ളത്. അതായത് നമുക്ക് യോഗം കാണാനുള്ള നല്ലൊരു ടൂൾ കൂടി ഇവിടെ ഉണ്ട്. സ്ട്രെങ്ത്ത് എന്നതിൽ പോയിട്ട് അതർ സ്ട്രെങ്ത്ത് എടുത്തു കഴിഞ്ഞാൽ യോഗങ്ങളൊക്കെ നമുക്ക് കാണാം ഇതിൽ. അതിനുശേഷം വരുന്നൊരു ടൂളാണ് ദശ. ദശാ ടൂളുകളിൽ നമ്മൾ ചെറിയ രീതിയിൽ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇവിടെ കുറച്ചുകൂടി വിശദമായിട്ട് പരിചയപ്പെടാം. ഇവിടെ ഇപ്പോൾ വിംശോത്തരി ദശയാണ് ഡിഫോൾട്ടായിട്ട് ഉണ്ടാകുക. അതിൽ ദശാകാലങ്ങളാണ് ഇവിടെ താഴെയായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ദശയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അന്തർദശകൾ വരും. അന്തർദശയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യന്തർദശ, ഇങ്ങനെ 5-6 ലെവലോളം നമ്മൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ ഇത്രയാണ് ഇതിൽ ആദ്യമായിട്ടുള്ളത്. ഇത് നക്ഷത്രദശയാണ്. അതിൻ്റെ ഇപ്പുറമുള്ള രാശിദശയുണ്ട്, നിരയന ശൂലദശയാണിതിൽ.
ഡിഫോൾട്ടായിട്ട് ഉണ്ടാവുക. അതിനുശേഷം അതർ ദശാസ്, മൂലദശ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നക്ഷത്രദശയിൽ തന്നെ മുകളിൽ ഓപ്ഷൻസ് എന്ന് പോയി കഴിഞ്ഞാൽ ടൂളുകളിൽ 1-2 ടൂളുകളൊക്കെ മാറ്റാൻ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നക്ഷത്രം നമ്മൾ കണക്കാക്കുന്നത് ചന്ദ്രൻ്റെ സ്ഥിതി അനുസരിച്ചിട്ടാണ്. അത് വേണമെങ്കിൽ മാറ്റിയിട്ട് നിങ്ങൾക്ക് റിസർച്ചൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് മാറ്റിയിട്ട് മറ്റുള്ള ബിന്ദുക്കളെയും സ്ഫുടമായിട്ട് എടുക്കാം. അപ്പോൾ ജന്മതാരയിൽ നിന്നാണ് ഉത്പന്നത്താര എന്ന് പറഞ്ഞ് 5ാമത്തെ സ്റ്റാറിൽ നിന്ന് കണക്കാക്കുന്ന രീതിയുണ്ട്. ക്ഷേമതാര 4ാമത്തെ സ്റ്റാർ, ആധാനതാര 8ാമത്തെ സ്റ്റാറിൽ നിന്ന് കണക്കാക്കുന്ന, അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ലഗ്നസ്ഫുടത്തിൽ നിന്ന് കണക്കാക്കുന്ന രീതിയുണ്ട്. അതൊക്കെ നമ്മൾക്കിവിടെ മാറ്റി ഉപയോഗിക്കാവുന്നതാണ്. റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇത് വളരെയധികം ഗുണം ചെയ്യും. പിന്നെ രാശിയുടെ ദശ മാറ്റിയിട്ട് നവാംശത്തിൻ്റെ ദശ വേണോ, ഓരയുടെ ദശ വേണോ, ദ്രൈക്കാണത്തിൻ്റെ ദശ വേണോ, വർഗ്ഗചക്രങ്ങളിലും ചന്ദ്രസ്ഫുടം ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റ് ബിന്ദുക്കളിൽ നിന്നൊക്കെ നമ്മൾക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ദശ കാണാൻ സാധിക്കും. പിന്നെ ട്രാൻസിറ്റിൻ്റെ ചാർട്ടാണ്. ഇത് കഴിഞ്ഞ് തജക, തിഥിപ്രവേശ, മുണ്ടേൻ, മിസലേനി, ഇങ്ങനെ പല ഓപ്ഷനും ഉണ്ട്. അതൊക്കെ അപൂർവമായിട്ട് മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഈ വിഭാഗത്തിൽ വരുന്ന ഓപ്ഷൻസ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. വളരെ ചുരുങ്ങിയ രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോയുമായി നമ്മൾക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.